ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ കാലെടുത്ത് വെക്കുന്നത്. അടുത്ത മാസം 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. എതിരാളികൾ കരുത്തരാണ്. ഫ്രാൻസും ക്രൊയേഷ്യയുമാണ് ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. മാർച്ച് 27-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 നടക്കുന്ന മത്സരത്തിലാണ് ഫ്രാൻസിനെ ബ്രസീൽ നേരിടുക. പിന്നീട് മാർച്ച് 31-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 നടക്കുന്ന മത്സരത്തിലാണ് ക്രൊയേഷ്യയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുക. അതിനുള്ള സ്കോഡ് മാർച്ച് 16-ാം തീയതി ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ കൂടുതൽ സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുമോ? അതിനുള്ള ഉത്തരം ഗ്ലോബോ നൽകിയിട്ടുണ്ട്. 2 സൗഹൃദ മത്സരങ്ങൾ കൂടി ബ്രസീൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊന്ന് ആഫ്രിക്കൻ ടീമായ ഈജിപ്താണ്. മുഹമ്മദ് സലായുടെ ടീമാണ്. അവർക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ബ്രസീലിന് ഇപ്പോൾ പ്ലാനുകൾ ഉണ്ട്. അതായത് ജൂൺ 6-ാം തീയതി അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഈജിപ്തിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാനാണ് ബ്രസീൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ പനാമക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാനും ഇപ്പോൾ ബ്രസീൽ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അതായത് ജൂൺ 14-ാം തീയതിയാണ് ബ്രസീൽ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കുക. മൊറോക്കോയാണ് എതിരാളികൾ. അതിനു മുന്നേ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്ന രൂപേണ ഈജിപ്തിനെതിരെയും പനാമക്കെതിരെയും 2 സൗഹൃദ മത്സരങ്ങൾ കൂടി കളിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും നല്ല രൂപത്തിലുള്ള ഒരു ഒരുക്കം തന്നെയായിരിക്കും ബ്രസീലിയൻ ദേശീയ ടീമിന് ലഭിക്കുക. പ്രത്യേകിച്ച് അടുത്ത മാസത്തെ സൗഹൃദ മത്സരങ്ങൾ വളരെ നിർണായകമാണ്. ഫ്രാൻസിനെതിരെയുള്ള മത്സരം വളരെ നിർണായകമാണ്. ബ്രസീലിന്റെ ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കോട് കൂടി നമുക്ക് വ്യക്തമാകും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.